അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു ദിവസമാണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് അടുക്കള വന്നപ്പോഴത്തേക്കും നാത്തൂന് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ പല്ലൊക്കെ തേച്ചിട്ട് വന്നത് കട്ടൻ കാപ്പി ഉണ്ടാക്കി. കാപ്പിയുടെ കൂടെ ഒരു കേക്ക് കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അച്ഛൻ തണുത്ത് വിറച്ച് കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. പിള്ളേർ രാവിലെ അവരുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാപ്പിയും കേക്കും ഒക്കെ കഴിച്ചിട്ടുടനെ തന്നെ ഒരുങ്ങി ഞങ്ങൾ ഈ കാണുന്ന വണ്ടിയിൽ പോവുകയാണ്. ഞാനും നാത്തൂനും കൂടെയാണ് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വരുന്ന കപ്പയും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ പോകുന്ന വഴിക്ക് ഉള്ള വ്യൂസാണിത്. അവിടെയൊക്കെ നല്ല കൈതത്തോട്ടങ്ങളാണ്, റബ്ബറൊക്കെ മുറിച്ചിട്ട് കൈതത്തോട്ടങ്ങളാക്കിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പകുതി നടന്നാണ് പോകുന്ന വഴിക്ക് തോടും ഒക്കെ കാണുന്നുണ്ട്. അവിടുത്തെ വയലൊക്കെയാണിത്. അങ്ങനെ ഞങ്ങൾ മാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ വന്ന് റൈസിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അവിടുന്ന് ചിക്കൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അപ്പം തിരിച്ച് ഞങ്ങൾ പോയി കപ്പയും വാങ്ങി ചിക്കനും വാങ്ങി ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഉടനെ തന്നെ രാവിലെ ഒന്നും പുട്ടൊന്നും കഴിക്കാതായിരുന്നു പോയത്. അപ്പോൾ പുട്ടും ഇന്നലത്തെ മീൻകറിയും കൂടെ കൂട്ടി ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പം അമ്മ കുട്ടികളുടെ പരാതികൾ പറയുമായിരുന്നു, അവർ തമ്മിലുള്ള വഴക്കിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ കപ്പ പൊളിക്കാനായി അമ്മ മാറിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കപ്പ പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മീൻ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയ ആ സമയം കൊണ്ട് ഞാൻ ചിക്കനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് നേരം അവിടെ വെച്ചിരിക്കുകയാണ് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ അമ്മയെ പിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ തന്നെ കപ്പയൊക്കെ കുത്തിയെടുക്കാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കപ്പയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിലേക്ക് തീ കത്തിക്കാനുള്ള പരിപാടിയാണ്. നാത്തൂന് ഓരോരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നാത്തൂന് വീഡിയോയുടെ മുന്നിലൊന്നും അങ്ങനെ വരത്തില്ല. അപ്പം ഞങ്ങൾ ചിക്കനും മീൻകറിയും കപ്പയൊക്കെ വേവിക്കുന്നത് ഗ്യാസിലല്ല, അടുപ്പിൽ തന്നെയാണ്. അങ്ങനെ തീയൊക്കെ കത്തി വരുന്നുണ്ട്. അങ്ങനെ നന്നായി തീയൊക്കെ കത്തി വന്നതിന് ശേഷം ഞാൻ കപ്പ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കപ്പ അടപ്പ് വെച്ചതിന് ശേഷം ഒരടപ്പ് കൊടുത്ത് മൂടി വെച്ച് കുറച്ച് വെള്ളം കൂടി പറക്കി വെച്ച് കൊടുത്ത് അങ്ങനെ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്കുള്ള കപ്പ റെഡിയാക്കി എടുക്കാം. എല്ലാ അരപ്പുകളുമൊക്കെ ചേർത്ത് തന്നെ ഞാൻ കുറച്ച് നേരത്തേന് അതെല്ലാം ഒന്ന് പുരട്ടി എടുത്ത് മാറ്റി വെക്കാനായിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാൻ വേണ്ടി പ്രത്യേക ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ സമയം കൊണ്ടാകുമ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കടുകൊക്കെ വറുത്തൊഴിച്ച് നന്നായിട്ട് ഇളക്കി അരപ്പൊക്കെ തേച്ച് കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്തും സവാളയും കൊച്ചുള്ളിയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വെക്കുന്ന വീഡിയോസ് ഞാൻ അധികമൊന്നും എടുത്തില്ല. ഞാൻ കപ്പ വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ചിക്കൻ കറി വെന്ത് മോര് കറിയും കപ്പയും ചിക്കൻ കറിയും കൂടെ കൂട്ടി ഞാൻ ഉച്ചയ്ക്കൊരു പിടി പിടിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.